അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെ ഹൃദയം തുരുമ്പെടുക്കും. എന്താണ് അതിനുള്ള പരിഹാരം? രണ്ടാണ് കാര്യം. ഒന്ന് തിലാവത്തുൽ ഖുർആനാണ്, മറ്റൊന്ന് ദിക്റുൽ മൗത്താണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവും അതിനെ അനുധാവനം ചെയ്യലും. മറ്റൊന്ന് മരണസ്മരണയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവുമൊക്കെ സജീവമാകുന്ന ഒരു കാലത്താണല്ലോ നാം ഇപ്പോൾ ജീവിക്കുന്നത്, പ്രത്യേകിച്ച് പരിശുദ്ധ റമദാൻ മാസം. എന്നാൽ എന്താണ് മരണസ്മരണ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം. വിവാഹം നിശ്ചയിച്ച ആളുകൾക്ക് ആ വിവാഹം നടക്കും എന്ന ഉറപ്പില്ല. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് ആ പരീക്ഷ നടക്കുമെന്ന ഉറപ്പില്ല. അതുപോലെ ഭൂമിയിൽ നാം പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യവും എന്തായാലും സംഭവിക്കും എന്നുറപ്പില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരാളും ഒരു നാൾ ഇഹലോകം വിട്ടുപോകേണ്ടി വരും. അവൻ്റെ ജീവിത ദർശനം ഏതായാലും മതമേതായാലും അവന് മരണം ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. മരണം എങ്ങനെയാണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ചും നമുക്കറിയില്ല. പലതരത്തിലുള്ള മരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിത്യേന. എന്തിനാണ് ഈ മരണത്തെ ഓർമ്മിക്കുന്നത്? ഭയപ്പെടാൻ വേണ്ടിയല്ല. അങ്ങനെ മരണത്തെ ഭയപ്പെട്ടതുകൊണ്ട് ഒരാളും മരണത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നിർബന്ധമായും കടന്നു വരുന്ന മരണമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് നേരത്തെ ചിന്തിക്കുകയും അതിനെ ഓർമ്മിക്കുകയും ചെയ്താൽ ഏറ്റവും സുഖകരമായി മരണത്തെ അഭിമുഖീകരിക്കാനും നേരിടാനും നമുക്ക് സാധിക്കും. അഥവാ ഏറ്റവും നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് കഴിയും. എങ്ങനെയാണ് ഏറ്റവും നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചനാഥൻ്റെ കൽപ്പനകൾ പാലിച്ച് ഏറ്റവും നല്ല മനുഷ്യനായി വിശുദ്ധനായി ജീവിക്കുക എന്നതാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നമുക്ക് ഏറ്റവും സുഖകരമായി മരണത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.